കന്യാസ്ത്രീകളെ തടവിലാക്കിയ കാപാലികളെ സംഘപരിവാർ ശക്തികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളമാകെ ജനരോഷം കേരള കോൺഗ്രസ് സിന്ദാബാദ് ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ സംഘപരിവാർ ബിജെപി ഭാരതമാകെ ക്രൈസ്തവ പീഡനം കേരള കോൺഗ്രസ് സിന്ദാബാദ് സിന്ദാബാദ് സംഘപരിവാർ ബിജെപി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ സംഘപരിവാർ ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരള നാടിൻ പ്രതിഷേധം കേരള കോൺഗ്രസ് സിന്ദാബാദ് ജോസ് കെ മാണി സിന്ദാബാദ്
ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരള കോൺഗ്രസ് കേരള സിന്ദാബാദ് കോൺഗ്രസ് സിന്ദാബാദ് കേരള കോൺഗ്രസ് സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ജനസേവന കൈമുതലാക്കി ജനസേവന കൈമുതലാക്കി ജനസേവന കൈമുതലാക്കിയ കൈമുതലാക്കിയ വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളെ വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളെ അളവരഹിത ബിജെപി ബിജെപി അളവരഹിത ബിജെപി ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരള കോൺഗ്രസ് സിന്ദാബാദ് കേരള കോൺഗ്രസ് സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി ന്യൂനപക്ഷ വീടണം ന്യൂനപക്ഷ വീടണം ന്യൂനപക്ഷ വീഴണം ന്യൂനപക്ഷ വീഴണം ന്യൂനപക്ഷ വീടണം ന്യൂനപക്ഷ വീടണം ഭാരതമാകെ ന്യൂനപക്ഷ വീടണം ഭാരതമാകെ ന്യൂനപക്ഷ വീഴണം പ്രതിഷേധം 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 ജനസേവന കൈമുതലാക്കിയ ജനസേവന കൈമുതലാക്കിയ ജനസേവന കൈമുതലാക്കിയ ജനസേവന കൈമുതലാക്കിയ വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ വിശുദ്ധവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ നടന്നൊരു ബിജെപി ബിജെപി നടന്നൊരു ബിജെപി ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരള കോൺഗ്രസ് സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് ന്യൂനപക്ഷ വീഴണം ന്യൂനപക്ഷ വീഴണം ഭാരതമാകെ ന്യൂനപക്ഷ വീഴണം ക്രൈസ്തവ വൈദിക കന്യാസ്ത്രീമാർ ക്രൈസ്തവ വൈദിക കന്യാസ്ത്രീമാർ ക്രൈസ്തവ വൈദിക കന്യാസ്ത്രീമാർ അവരെ ആക്രമിക്കുന്നവരെ അവരെ ആക്രമിക്കുന്നവരെ അവരെ ആക്രമിക്കുന്നവരെ അവരെ ആക്രമിക്കുന്നവരെ നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം വിശ്വവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ വിശ്വവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നാണം കെട്ടൊരു ബിജെപി നിങ്ങൾക്കെതിരെ ഉയരട്ടെ നിങ്ങൾക്കെതിരെ ഉയരട്ടെ കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം കേരളനാടിൻ പ്രതിഷേധം വിശ്വവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ വിശ്വവിമാരം കന്യാസ്ത്രീകളെ വിശ്വവിമാനം കന്യാസ്ത്രീകളെ ജയിലിലടച്ചൊരു ബിജെപി ജയിലടച്ചൊരു ബിജെപി ജയിലിലടച്ചൊരു ബിജെപി ജയിലടച്ചൊരു ബിജെപി നിങ്ങൾക്കെതിരെ ഉയരട്ടെ നിങ്ങൾക്കെതിരെ ഉയരട്ടെ കേരളനാടിൻ പ്രതിഷേധം കേരളത്തിൽ കേൾക്കുമായി കേരളത്തിൽ കേൾക്കുമായി കേരളത്തിൽ കേൾക്കുമായി വെടിയമർത്തനം ബിജെപിയുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയില്ല കോൺഗ്രസ് സിന്ദാബാദ് ഡോക്ടർ വാണി സിന്ദാബാദ് കേരള കോൺഗ്രസ് സിന്ദാബാദ് കേരള കോൺഗ്രസ് സിന്ദാബാദ്
സിന്ദാബാദ് തൊസ്കെ മാണി സിന്ദാബാദ് വിജയമാരം കന്യാസ്ത്രീകളെ വിജയമാരം കന്യാസ്ത്രീകളെ വിജയമാരം കന്യാസ്ത്രീകളെ വിജയമാരം കന്യാസ്ത്രീകളെ ഒറ്റക്കെട്ടിൽ തടവിലാക്കിയ നാണം കെട്ടൊരു ബിജെപിയെ നായകത്തൊരു ബിജെപി നിങ്ങൾക്കെതിരെ ഉയരുന്നു. നിങ്ങൾക്കെതിരെ ഉയരുന്നു. കേരളനാടിൻ പ്രതിഷേധം. തിരുവനന്തപുരം സിന്ദാബാദ് കേരള കോൺഗ്രസ് സിന്ദാബാദ്. കേരള കോൺഗ്രസ് സിന്ദാബാദ് തൊസ്കെ മാണി സിന്ദാബാദ്. തൊസ്കെ മാണി സിന്ദാബാദ് കോൺഗ്രസ് സിന്ദാബാദ്. കേരള കോൺഗ്രസ് സിന്ദാബാദ് തൊസ്കെ മാണി സിന്ദാബാദ്. തൊസ്കെ മാണി സിന്ദാബാദ് ഒപ്പത്താർ സിന്ദാബാദ്. ഒപ്പത്താർ സിന്ദാബാദ് ഒപ്പത്താർ തീരെ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വണക്കം സംസ്ഥാന പ്രസിഡന്റുമാർ പ്രിയങ്കരനായ പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കാഴികാടൻ, സംസ്ഥാന പ്രസിഡന്റ് ബ്രൈറ്റ് നിരട്ടൻ, പ്രിയങ്കരനായ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ് ഡിനോ, കേരള കോൺഗ്രസ് പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 ദിവസക്കാലമായി കേരളത്തിന്റെ തെരുവുകളും കേരളത്തിന്റെ പട്ടണങ്ങളും വളരെ പ്രക്ഷുബ്ധമാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ 2 സഹോദരിമാർ ജീവകാരുണ്യ പ്രവർത്തനവുമായി ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഗ്രാമങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട രോഗികളെയും ആദിവാസികളെയും ശുശ്രൂഷിക്കുന്ന, അവർക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്ന 2 പാവപ്പെട്ട കന്യാസ്ത്രീകളെ, മലയാളികളായ 2 സിസ്റ്റേഴ്സിനെ യാതൊരു കാരണവുമില്ലാതെ ഛത്തീസ്ഗഡിലെ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ പോലീസും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 5 ദിവസക്കാലമായി തുറങ്കലിൽ അടച്ചിരിക്കുകയാണ്. അതിനെതിരെ ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. നമ്മൾ തെരുവുകളിൽ കാണുന്ന പ്രതിഷേധങ്ങൾ മാത്രമല്ല, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകളിൽ പ്രാർത്ഥനയിൽ കഴിയുന്നവർ, ഒട്ടേറെ കുടുംബിനികൾ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്ന് വലിയ പ്രതിഷേധത്തിന്റെ പാതയിലാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരായ കന്യാസ്ത്രീമാർ, സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ സേവനം അത് വിസ്മരിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരെ തുറങ്കലിൽ അടയ്ക്കുമ്പോൾ നമ്മുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP-മാർ പാർലമെന്റിനകത്തും പുറത്തും ഈ തുറങ്കലിൽ പോയി കന്യാസ്ത്രീമാരെ സന്ദർശിക്കുകയും അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീതിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി എന്നും മുൻപന്തിയിലുണ്ടാകും. അതിനുവേണ്ടി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സായം സന്ധ്യയിൽ ഇത്തരത്തിൽ പന്തം കൊളുത്തി പ്രകടനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നീതി എന്ന വാക്കിന് 2 അക്ഷരമുണ്ട്, നമുക്കറിയാം. 2 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ പിരിച്ചെഴുതിയാൽ നീ തീ എന്നുള്ളതാണ്. നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ നീ തീയായി മാറണം എന്നുള്ളതാണ് ഈ വാക്ക് നൽകുന്ന സന്ദേശമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ തീയായി മാറിക്കൊണ്ട് നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ, നമ്മുടെ നീതി അടിച്ചമർത്തിയാൽ, നീതിക്ക് കൂച്ചുവലങ്ങിട്ടാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടി എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും അത് തുടരുമെന്ന താക്കീതാണ് BJP ഗവൺമെന്റിനും BJPയുടെ പിണിയാളുകൾക്കും നമുക്ക് നൽകുവാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ പ്രിയങ്കരായ പാർട്ടിയുടെ നേതാക്കന്മാർ ഒട്ടേറെ സംസാരിക്കാനിരിക്കുന്നു. ഈ യോഗം, ഈ ധർണ, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യുവിനെ ക്ഷണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ വിജയം തോമസ് ഉണ്ട്, ജോസഫ് ചാമക്കാല, പ്രിയമുള്ള ഔസേബിച്ച് മാളിപ്പാക്കൽ, KSCയുടെ യൂത്ത് ഫണ്ടിൻ്റെയും പ്രസിഡന്റുമാർ ബ്രൈറ്റ്, പ്രിയമുള്ള ശ്രീ ചാരുകാടൻ, പ്രിയമുള്ള സക്രിയാസ് കുതിരവേലി, സാജൻ തൊടുക, നമ്മുടെ പ്രതാപൻ, പാർട്ടിയുടെ ബഹുമാനായ നിയോളം പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ, പൗലോസ് കടമ്പക്കുടി, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രതിഷേധാർഹമായ ഒരു ദിവസമാണ് ഇന്ന്. കേരളം ഇന്ന് പ്രതീക്ഷിച്ചത് ഛത്തീസ്ഗഡിലെ തുറുങ്കിലുള്ള ജയിലിലുള്ള സിസ്റ്റർ പ്രീതി മേരിയും പ്രിയമുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അവരെ ഏതാണ്ട് 5 ദിവസമായി 6ാമത്തെ ദിവസമായി ജയിലിൽ കഴിയുകയാണ്. നിരാലംബരായി അവർ ജയിലിൽ കഴിയുകയാണ്. അസുഖബാധിതരായി അവർ ജയിലിൽ കഴിയുകയാണ്. ഇന്ന് ജയിലിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കന്മാരും MP-മാരും ജയിലിലെത്തി അവരെ കാണുമ്പോൾ അവരുടെ സ്ഥിതി വളരെ മോശമാണ് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. യാതൊരു നീതീകരണവുമില്ലാതെ, യാതൊരു നിയമ പരിരക്ഷയുമില്ലാതെ തികച്ചും അകാരണമായി വലിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരോടൊപ്പം അവരെ ഇന്ന് ആരോപിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി കൊണ്ടുപോയ 3 പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾ, അവരുടെ സഹോദരനെയും അവർ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പരിശോധിച്ച് തികച്ചും നിയമവിധേയമായി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയ പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾ, അവർ CSI സമുദായത്തിൽപ്പെട്ടവരാണ്, അവർ ഈശ്വര വിശ്വാസികളാണ്. അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടുകൂടി, അനുമതിയോടുകൂടി അവരുടെ എല്ലാ പേപ്പർ, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കടലാസുകളും കയ്യിൽ കരുതി അവരെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ പോലീസുകാരെത്തി. അവിടെ പോലീസുകാരും ബജ്രംഗ് ദളിന്റെ നേതാക്കന്മാരെന്ന് പറയാൻ പാടില്ല, ഇന്ന് അവർ വർഗീയ കോമരങ്ങളായി മാറിയിരിക്കുകയാണ്. അവരും കൂടി ചേർന്ന് ആ സിസ്റ്റർമാരെ ഇപ്പോൾ ഏറ്റവും നമുക്ക് അവസാനം മനസ്സിലാകുന്നത് അവരെ ദേഹോദരം വരെ ഏൽപ്പിച്ചു എന്നാണ്. ആ കൂടെയുള്ള പെൺകുട്ടിയുടെ സഹോദരൻ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഏറ്റവും ഭരണഘടനാപരമായി വർത്തിക്കേണ്ട ഇന്ത്യയുടെ മതനിരപേക്ഷത അതിന് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലേക്ക് തികച്ചും നിയമവിരുദ്ധമായി 2 കന്യാസ്ത്രീകളെ ജയിലടച്ചിരിക്കുകയാണ്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പൊതുവെ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങളെ, മുസ്ലിമുകളുടെ ഉൾപ്പെടെ, ക്രിസ്ത്യാനികളുടെ ഉൾപ്പെടെ പള്ളികൾ നശിപ്പിക്കുന്നു, അവരുടെ ആരാധനകൾ അർപ്പിക്കപ്പെടുന്നു, അവരെ പുരോഹിതരെയും വിലപ്പെട്ട കന്യാസ്ത്രീമാരെയും ആക്രമിക്കുന്നു. നമുക്കറിയാം നമ്മുടെ 2011 ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹവും ഭാര്യയും കുട്ടികളും യാത്ര ചെയ്തപ്പോൾ ആ വണ്ടി ചുട്ടുകരിച്ചുകൊണ്ട് അവരെ കൊല്ലുന്ന സന്ദർഭമുണ്ടായി. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻ അവര് വാസ്തവത്തിൽ ആ സന്യാസിനെ, സാത്വികനായ മനുഷ്യനെ ജയിലിലിട്ട് പട്ടിണിക്കിട്ട് കൊന്ന കാലം നമ്മൾ കണ്ടു. അതുപോലെ ഏതാനും മാസങ്ങൾക്കപ്പുറം മണിപ്പൂർ നമ്മൾ കണ്ടു 246 പേരെ കൊന്നൊടുക്കിയ വലിയ കൊള്ളയും കൊലപാതകവും മണിപ്പൂരിൽ നടന്നു. ഇതെല്ലാം ന്യൂനപക്ഷ വിരുദ്ധ സംഭവങ്ങളാണ്. ഇത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ തൊട്ടേ നമുക്കറിയാം, നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള MP-മാർ, BJP-യുടെ MP അല്ലെങ്കിൽ മന്ത്രി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ ഛത്തീസ്ഗഡിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ച ആ മതപീഡനം ഇന്ന് BJP-ക്കാർ തുടരുന്നു. അത് എല്ലാ പൂർവ്വവാദി ശക്തിയോടുകൂടി അവരത് തുടരുകയാണ്. യാതൊരു നീതീകരണവുമില്ല. നമുക്കറിയാം, സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ലാഭേച്ഛയുമില്ലാതെ
അവർ പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു വിഭാഗമാണ്. കുഷ്ഠരോഗ ആശുപത്രി നടത്തുന്നവരാണ് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അവർ നമ്മുടെ നാട്ടുകാരാണ്, അവർ അങ്കമാലിക്കാരാണ്, അവർ എറണാകുളംകാരാണ്. അവരുടെ ബേസ് അതിരമ്പുഴ വരെ ഉണ്ട്. ആ സഹോദരികൾ, കേരളത്തിൻ്റെ ആ സാത്വികരായ ആ സഹോദരിമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. അവർ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ പേരിൽ, സേവനം ചെയ്തതിൻ്റെ പേരിൽ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആദിവാസി സമൂഹത്തിന് വേണ്ടി അവരെ സേവനം ചെയ്യുവാൻ, അതുപോലെ രോഗികളെ ഉൾപ്പെടെ സേവനം ചെയ്യുന്ന വിഭാഗം അവരെ ഇന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ 2014 മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ ആയിരക്കണക്കിന് പള്ളികളും ഏതാണ്ട് 3000-ഓളം നമ്മുടെ ക്രൈസ്തവരുടെ ആതുരാഗ സേവനങ്ങൾ ഉൾപ്പെടെ സ്കൂളുകൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം ക്രിസ്മസ് കാലത്തും അതുപോലെയുള്ള ക്രിസ്തീയ ആഘോഷവേളകളിൽ BJPയുടെ നേതാക്കന്മാരെ കേക്കും വൈനുമായി അരമനകളിലും അതുപോലെ പള്ളികളിലും അച്ഛന്മാരുടെ അടുത്ത് കയറി ഇറങ്ങി കേക്ക് കൊടുക്കുമ്പോൾ, മധുരം വിളമ്പുമ്പോൾ, അവരുടെയൊക്കെ പിന്തുണ കാക്ഷിക്കുമ്പോൾ, അതേസമയം നമ്മുടെ അന്യ സംസ്ഥാനത്തുള്ള വളരെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലോ മഹാരാഷ്ട്രയിലോ അല്ലെ ഛത്തീസ്ഗഡിലോ ഉത്തരാഖണ്ഡിലോ മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ നമ്മുടെ കന്യാസ്ത്രീമാരും അതുപോലെയുള്ള പുരോഹിതന്മാരും ഇന്ന് അക്രമം നേരിടുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മധ്യപ്രദേശ് 2 പുരോഹിതരെ ക്രൂരമായി ആക്രമിച്ചത്. അധികം ദിവസമായിട്ടില്ല. അപ്പോൾ ഇതൊരു വൺ ഡേ പരിപാടിയല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് വളരെ ബോധപൂർവം RSS അതിൻ്റെ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള അവരുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിംസ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ആ താത്വികമായ അവരുടെ ആ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രായോഗികമായി 2014 ഇങ്ങോട്ട് നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഒരു പൗരന് സാധ്യമല്ല. മതനിരപേക്ഷത വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 17ഉം 25ഉം ഒക്കെ അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആചാരങ്ങളിൽ പങ്കെടുക്കാനും ഏത് മതാനുഷ്ഠാനത്തിൽ പങ്കെടുക്കാനും സർവ്വസ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയ്ക്ക് പൗരസ്വാതന്ത്ര്യമുള്ള, സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് അതെല്ലാം ഹനിക്കപ്പെട്ടിരിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിലെ ജോസ് കെ മാണിയും അതുപോലെ ഇന്ന് നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ജോസ് കെ മാണിയും അവിടെ നേരിട്ട് കണ്ട് സിസ്റ്റേഴ്സിന് കൈവെടുക്കുകയുണ്ടായി. ഇന്ന് കേരളം പ്രതീക്ഷിച്ചത്, ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചത്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരുന്നത് ഇന്ന് അവർക്ക് ജാമ്യം കിട്ടുമെന്നായിരുന്നു. പക്ഷെ അവർക്ക് ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവർ ജാമ്യം അനുവദിച്ചില്ല. ഇന്ന് സെഷൻ കോടതിയിൽ ഹാജരായപ്പോൾ ജാമ്യം അനുവദിച്ചില്ല. സെഷൻ കോടതി അത് പരിഗണനയ്ക്ക് പോലും എടുത്തില്ല. നമ്മൾ മനസ്സിലാക്കുന്നുള്ള NIA കോടതിക്ക് വേണ്ടി റെഫർ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടാനുള്ള സമയം ഇനി എടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. തികച്ചും പ്രതിഷേധാർഹമാണ്. കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ നിലത്തും ഈ നിലയ്ക്കും ഈ പ്രതിഷേധം ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ കോട്ടയത്ത് നടത്തി. ഇന്നലെ നമ്മൾ നിയോജകമുള്ള പ്രതിഷേധം നടത്തി. ഇന്നലെ പാലായിലും പുതുപ്പള്ളിയിലും അല്ലെ ചങ്ങനാശ്ശേരിയിലും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരും അതിരമ്പുഴയിലും എല്ലാം നമ്മൾ പ്രതിഷേധം നടത്തി. ഈ പ്രതിഷേധം ഇതുകൊണ്ട് തീരുകയില്ല. തീർച്ചയായും RSSന്റെ BJPയുടെ വളരെ പ്രത്യേകിച്ച് കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരെ, അടുത്ത കാലത്ത് BJPയിൽ ചേർന്ന നമ്മുടെ ക്രിസ്ത്യൻ നേതാക്കന്മാർ അവരുൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. കത്തോലിക്ക വിശ്വാസമുള്ള ആർക്കും ഇനി BJP നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മാമോദിസ വെള്ളം തലയെ വേണ്ടിയുള്ള ആർക്കും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. രാഷ്ട്രീയം എല്ലാവർക്കും ആകാം, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആകാം. പക്ഷേ വിശ്വാസത്തെ ഹനിക്കുന്ന, വിശ്വാസിയായ സന്യാസ സമൂഹത്തെ ഉപദ്രവിക്കുന്ന, അവരെ ആക്രമിക്കുന്ന, അവരെ കൊല്ലുന്ന നയസമീപനവുമായി BJP രാജ്യത്ത് അവർ ഭരണം നടത്തുകയും അവരുടെ പോഷക സംഘടന, അത് ഹനുമാൻ സേനയായാലും വേണ്ടുകയില്ല, ബജ്രംഗായാലും വേണ്ടുകയില്ല, അവർ പല പോഷകരുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുകയാണ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക, അവരുടെ ആരാധനകൾ നശിപ്പിക്കുക. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഈ പ്രതിഷേധം ഇനിയും തുടർന്ന് നിൽക്കും, ഒരു സംശയവും വേണ്ട. കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും മതനിരപേക്ഷ മുന്നോട്ട് വെച്ചുള്ള പാർട്ടിയാണ്. നമ്മൾ എല്ലാ രീതിയിലും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഒന്നായി കാണുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പ്രത്യേകമായി ഉപദ്രവിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കാനും നമുക്ക് സാധിക്കും. അതിൻ്റെ പ്രകടമായ തെളിവാണ് 2 ദിവസമായി കേരളത്തിലെമ്പാടും കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലയിലും
എല്ലാ നിയോജക മണ്ഡലം പ്രതിഷേധിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ പ്രതിഷേധം, നമ്മൾ നടത്തിയ ഈ പന്തം കൊളുത്തി പ്രതിഷേധം, കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ തുടരുന്ന പ്രതിഷേധം ഇനി മുന്നോട്ട് പോകും. ഏറ്റവും സാത്വികരായ ആ സന്യാസിമാരെ, ആ കന്യാസ്ത്രീകളെ അവരെ ജയിൽ മോചിതനാക്കുന്നോടം വരെ കേരള കോൺഗ്രസ് പാർട്ടി സമരം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ സമരത്തിൽ നമ്മുടെ പ്രിയങ്കരായ കേരള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരാണ് പങ്കെടുത്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തുള്ള അറിയിപ്പുകളാണ് നമ്മുടെ എത്തിയിരിക്കുന്നത്. ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാര് ഒരു പ്രതിജ്ഞ എടുക്കുന്നു. തീർച്ചയായും ഈ രാജ്യത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, കന്യാസ്ത്രീമാർക്കെതിരെ, പുരോഹിതർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ, അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. ആ പ്രതിഷേധം ഈ കേരള സമൂഹത്തെ അറിയിക്കുവാൻ, ഇന്ത്യമാര് ജനങ്ങളെ അറിയിക്കുന്ന അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രതിഷേധം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനത്തിലുള്ള പ്രതിഷേധം ഇവിടെ അറിയിച്ചുകൊണ്ട്, എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയങ്കരനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രൊഫസർ ലോപ്പസ് മാത്യു, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെയും പോഷക സംഘടനയുടെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, നമുക്കറിയാം ഇത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിച്ച മുഴുവൻ ജനങ്ങളും കണ്ണീരിൽ തൂകിയ ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നത്. നമുക്കറിയാം 2 സിസ്റ്റേഴ്സ് കന്യാസ്ത്രീകൾ, അവര് ജനസേവനത്തിന് വേണ്ടി, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ആ കന്യാസ്ത്രീകൾ, പ്രീതി വന്ദന എന്ന് പറയുന്ന 2 സിസ്റ്റേഴ്സ് കൂർഗിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ UP-യിൽ അവര് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത്, ബജരംഗൾ പ്രവർത്തകരുടെ ആ പരാജയത്തെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച, തുറങ്കലിലടച്ച ഹീനമായ സംഭവം നമ്മുടെ ജനാധിപത്യ ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി ഇതിൽ ക്ഷമ പറയണം, ചണ്ഡീഗഡ് മുഖ്യമന്ത്രി ക്ഷമ പറയണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. ബജരംഗർ എന്ന് പറയുന്ന ഭീകര സംഘടന, RSSന്റെ BJPയുടെയും പിന്തുണയുള്ള ആ ശക്തമായ ഭീകര സംഘടന എന്നുള്ളതിൽ വർഗീയ സംഘടന ബജരംഗർ എന്ന് പറയുന്ന ആ സംഘടനയെ നിരോധിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അവര് ഇവിടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സിസ്റ്റേഴ്സ്, ഈ പെൺകുട്ടികളെ കൊണ്ടുപോയത് അവരുടെ സമ്മതത്തോടുകൂടി, അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി, അവരുടെ സഹോദരന്മാരുടെ സമ്മതത്തോടുകൂടി സമ്മതപത്രം എഴുതി വാങ്ങി അവരെ ആശുപത്രിയിൽ ജോലിക്കായി കൊണ്ടുപോയപ്പോൾ നടത്തിയ ഈ ഹീനശ്രമം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്ത് മതേതരത്വം ഭരണഘടനയിൽ നമ്മുടെ മൗലികാവകാശത്തിൽ അക്കമിട്ട് നിരത്തി പറഞ്ഞതാണ് മതേതരത്വം, സെക്കുലറിസം സംരക്ഷിക്കണമെന്നുള്ളത്. അതിനെ ഭംഗം വന്നിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാടുമായി കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദമുയർത്തുന്നു. അതിന്റെ സൂചകമായി ഈ സംഭവം നടന്നപ്പോൾ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാസ്ഥാനങ്ങളിൽ സമരം നടത്തി, നിയോജകമണ്ഡലാസ്ഥാനങ്ങളിൽ സമരം നടത്തി, മണ്ഡലം കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തുന്നു. നമ്മുടെ പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. ചണ്ഡീഗഡിൽ അദ്ദേഹം ചെല്ലുകയും അവിടെ ഈ സിസ്റ്റേഴ്സിനെ നേരിട്ട് കാണുകയും അവരെ ആവലാതി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായി കേരള കോൺഗ്രസ് പാർട്ടി ഇതിനോടൊപ്പം നിലനിൽക്കും. ഈ സിസ്റ്റേഴ്സിന് ഉണ്ടായ ആ വലിയ അപമാനം, ഇതിലേറ്റവും ദയനീയാവസ്ഥ ബജരംഗൾ പ്രവർത്തകർ ആണ് പോലീസിന്റെ സ്ഥാനത്ത് നിന്നും ഈ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയും അവരെ ആക്ഷേപിക്കുകയും അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഏറ്റവും രസകരം. അത് മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം പോകുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. നമുക്ക് മറ്റ് ഒരു സമുദായം, ഒരു ജാതി മാത്രം മതി എന്ന്, അല്ലെങ്കിൽ ഒരു മതം മാത്രം മതി എന്നുള്ള ഒറ്റ അജണ്ട BJP വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും BJP പിന്തിരിയണമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ വരുമ്പോൾ കുഞ്ഞാടുകളെ പോലെ അരമനകൾ കയറിയിറങ്ങി കേക്ക് മുറിക്കുകയും അല്ലാത്ത സമയത്ത് നേരെ പോയി വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മിഷണറിമാരെയും അവിടെയുള്ള സന്യാസികളെയും മിഷണറിമാരെയും ഉപദ്രവിക്കുക, അവരുടെ
അതുപോലെ ദേവാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് BJP അവസാനിപ്പിക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ സമരം ഒരു സൂചനയാണ്. ഇതിന്റെ അന്ത്യം വരെ ഈ സമരത്തോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടി ഇവർക്ക് രക്ഷാകവചം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇവിടെ നടന്ന യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തോമസ് മാർട്ടിക്കാരൻ, പാർട്ടിയുടെ പാർട്ടി നേതാക്കന്മാരെ, നമ്മുടെ ഏറ്റവും പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന 2 കന്യാസ്ത്രീകളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് തുറുക്കിലടച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എത്തുന്നത്. BJP സർക്കാരിന്റെ ന്യൂനപക്ഷ പീഡനം, ആ ന്യൂനപക്ഷ വലിയ പ്രതിഷേധമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തിയത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പാർട്ടി ചെയർമാൻ ബഹുമാനായ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നിരവധിയായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ബഹുമാനായ ജില്ലാ പ്രസിഡന്റ്, ബഹുമാനായ തോമസ് മാത്യു സാറ്, ബഹുമാനായ ജോസഫ് ചാമകല, വിജയൻ തോമസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.